അളിയാ എനിക്ക് ഭയങ്കര ആഗ്രഹമാടാ, എനിക്കൊരു സൈക്കിൾ മേടിക്കണമെന്നുണ്ടാ. എടാ നിനക്ക് സൈക്കിൾ മേടിക്കണ നീ മേടിച്ചോ, ഇനി ഞാനെന്നാ ചെയ്യാനാ? അളിയാ അതല്ലടാ, മൊത്തം കൂടെ 7000 രൂപയാവും സൈക്കിളിന്. എൻ്റെ കയ്യിലാണ് ഇപ്പൊ 5000 രൂപയുള്ളൂ. ബാക്കി നീ തന്ന് സഹായിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്പട കഴിവേറി ഇപ്പൊ തന്നെ വരാവേ. നിനക്ക് ഞാൻ ബാക്കി എത്ര രൂപ? നിന്റെ 5000 രൂപ കൊണ്ട് ബാക്കി ഞാനിടാൻ. എൻ്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. ഇന്നിങ്ങോട്ട് വന്നപ്പോ എണ്ണ അടിച്ചു തരാം, അത് ഞാനല്ലേ. നമ്മൾ തമ്മി അങ്ങനെ എണ്ണ അടിച്ച കണക്കൊക്കെ ഉണ്ടാ. അളിയാ നീ ഇത് ഒന്ന് നോക്കിക്കേ, ഈ ഒരു മോഡൽ സൈക്കിളാണ് എനിക്ക് വേണ്ടത്. അതൊക്കെ എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ ഒരു സൈക്കിൾ ചവിട്ടി പുള്ളി പോയതാ. എൻ്റെ പൊന്നറിയോ, ഒന്നും പറയണ്ട. ഞാനും പുള്ളിയും കൂടെ രാവിലെ ചവിട്ടാൻ ഇറങ്ങില്ല ദിവസം. അങ്ങനെ ദിവസം ഇറങ്ങുന്ന പോലെ ഒരു ദിവസം ഇറങ്ങി. ഒരു ബുധനാഴ്ചയാണെന്നാണ് അറിയാൻ തോന്നേ. അപ്പം ഇറങ്ങിയപ്പം ഈ പുള്ളിയാണെങ്കിൽ എൻ്റെ കൂടെ വന്നറിയാ, ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ഇതാക്കുന്ന ഒരു കൂട്ടത്തിലുള്ള. ഞാൻ നേരെ ചെന്നതും ഒരു കാട്ടിൽ കൂടെ പോയ സൈഡിലായിട്ട് പുലി നിൽക്കുന്നു. അപ്പൂപ്പ റൈറ്റിലോട്ട് പോലെ എന്ന് പറഞ്ഞു നേരെ അതിൻ്റെ അണ്ണാക്കി ചെന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അളിയാ എന്നിട്ട് നിന്റെ അപ്പൂപ്പനൊന്നും പറ്റിയില്ലേടാ? എവിടുന്ന് പറ്റാൻ, പുള്ളിയാ പുലീനെയും കെട്ടി ഇപ്പം കാട്ടി നല്ല ജീവിതം ജീവിക്കുന്നു. എന്റെ പൊന്നളിയാ നീ ചുമ്മാ തള്ളാതാ. പുലീനെ കെട്ടാൻ അത് നിന്റെ അപ്പൂപ്പൻ. എടാ നീ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല, പക്ഷെ അതറിയാ സത്യം. ഇപ്പം എൻ്റെ അമ്മൂമ്മേടിക്കലൊക്കെ ഞാൻ അപ്പൂപ്പ മലേഷ്യ ട്രിപ്പ് പോയിരിക്കുന്നതാ പറഞ്ഞ. അമ്മൂമ്മേടിക്ക ഇനി എന്നാ പറയോ, എപ്പോഴും ചോദിക്കും അപ്പൂപ്പൻ വന്നില്ലേ എന്ന്. അല്ലടാ അപ്പൊ നിന്റെ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ ഇഷ്ടമൊന്നുമില്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടമോ. എടാ കഴിഞ്ഞ ദിവസം അവരൊന്ന് സ്നേഹിച്ചായിരുന്നു. കുറച്ച് തേങ്ങ നിരണ്ടി അമ്മൂമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു അതെടുത്ത് തിന്നരുതെന്ന് പറഞ്ഞു. അപ്പൂപ്പനാണെ കൈയിട്ടൊരു വാരിയിരും. അമ്മൂമ്മ ചാടി മൂക്കാമണ്ടയ്ക്ക് നോക്കി ഒറ്റടി. പുള്ളീനെയും പിന്നെ ഞാൻ പൊക്കിക്കൊണ്ട് ആശുപത്രി ഇട്ട്. പുള്ളിക്കാണെ ശ്വാസം പോലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് രക്ഷപ്പെട്ടു. എന്തായാലും നിന്റെ നല്ല കുടുംബമാണ് അളിയാ, നല്ല ബെസ്റ്റ് ഫാമിലി. എടാ മയിലെ എനിക്കൊന്ന് മാർക്കറ്റിൽ പോകണമായിരുന്നു. നീ അങ്ങോട്ട് നേരെ വണ്ടി വിട്ടേ. ഇവിടുന്ന് കുറച്ച് നേരെ പോകുമ്പോൾ മാർക്കറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഇതിനാണാ നിന്റെ അച്ഛനൊട്ടിക്കാൻ സ്നഗ്ഗി മേടിക്കാനാണോ? അല്ലാടാ നിന്റെ അപ്പൂപ്പനെ ഒരു കോണകം മേടിക്കാനായിരുന്നു. വേണ്ടായിരുന്നു, ചോദിച്ചു മേടിച്ചു. ആടാ നീ അതൊക്കെ വിടതേ, മാർക്കറ്റായി. നീ ആ സൈഡിൽ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യണം കേട്ടോ. ആ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഞാൻ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണെന്നാ തോന്നുന്നത് കേട്ടോ. അതിനകത്താരും ഞാൻ കാണുന്നില്ല. എടാ വൈദ്യ നമുക്ക് കയറി നോക്കാം. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന് ഒന്ന് കയറി നോക്കിയിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. നിന്റെ ഒറ്റ ഒരാൾ ആഗ്രഹത്തിനാണ് നമ്മൾ കയറി നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് ആരുമില്ല. അതിൻ്റെ അകത്ത് ഫുള്ള് ഇരുട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്റെ പൊന്നു വച്ചാൽ നമുക്ക് കയറി നോക്കാം. എന്തായാലും നമ്മൾ അതിന്റെ വാതിക്ക് വരെ വന്ന് അതിന്റെ അകത്തൊന്ന് കയറി നോക്കാം. അതിന്റെ അകത്ത് ഇട്ട് മാത്രമേ ഉള്ളൂ നീ പറയുന്നു. എടാ മൈര നീ ഇങ്ങോട്ട് വന്ന് നോക്കി. ഇതിന്റെ അകത്ത് ഇരുട്ട് മാത്രമല്ല, അതെന്തുവാ നീ കാണുന്നേ? അമ്പരി പൊളിസു, ഇതിന്റെ അകത്ത് ആരും ഇല്ലല്ലോ അളിയാ. എല്ലാരും ഇവിടെ പോയി കൗണ്ടറൊക്കെ വെറുതെ കിടക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനം എടുത്തോണ്ട് അങ്ങോട്ട് പോവാല്ല. എടാ നീ അതിന് വല്ലതും കാണുന്നുണ്ടോ? സാധനം എടുത്തോണ്ട് പോകാനായാലും കറണ്ട് വേണം. എടാ ഞാൻ കാണുന്നൊക്കെ ഉണ്ട്. എടാ ഈ ഒരു കൗണ്ടർ ചിപ്സ് ആയിരിക്കണേ തോന്നുന്നു കേട്ടാ. എടാ പൊന്നാളിയാ നിന്റെ കണ്ണെന്തുവാടാ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ഇരുട്ട് മാത്രമേ കാണുന്നുള്ളല്ലോ. എടാ നീ അതിനാദ്യം നേരെ നോക്കണം, അല്ലാതെ വല്ല കുറച്ചുകൂടി സ്ഥലത്തോട്ട് നോക്കിക്കൊണ്ടിട്ടാ ഒന്നും കിട്ടത്തില്ല. നീ നേരെ നോക്കിക്കേ. ആടാളി ഞാനിപ്പോ കാണുന്നുണ്ട്. നീ ഇവിടെ ജ്യൂസൊക്കെ ഇരിപ്പുണ്ടല്ലോ. എടാ നമുക്ക് പോയേക്കാം, നമ്മള് കുറെ നേരമായില്ലേ ഇറങ്ങിയിട്ട്. ആടാ നീ സാധനമൊക്കെ വാരി പെറുക്കിക്കോ. ഇനി ഇവിടെ ആരും ഇല്ലല്ലോ, നീ പൈസയൊന്നും കൊടുക്കണ്ട എന്തായാലും. മച്ചാനെ നീ നേരെ വീട്ടിലോട്ട് വിട്ടോ. അതിനു മുമ്പ് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ നിനക്ക് വേണ്ടി. താരകപ്പെണ്ണാളേ കതിരാടും പിരിയാളേ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിച്ചോല മറിച്ചാട്ടെ തകതകത്താത്തിരുന്നകത്തീതാര തകതിരുന്നകത്തീതാര താത്തിരുന്നകത്തകതിരുന്നകത്തരതിരുന്നകത്തീതാര. എടാ മൈര നിന്റെ പാട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തൂറാൻ വിട്ടുന്നത്. അല്ലേലും നിനക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാനാകുണ്ട്. എനിക്കറിയാം, പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ പറയട്ടെ കൊള്ളാത്ത പാട്ടാണെന്ന്. ഗൈസ് എല്ലാവരോടും കൂടി ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ചാനൽ മാക്സിമം നിങ്ങൾ കൂട്ടാനിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് പോലും ഇല്ലാതായി വരുന്നോണ്ടിരിക്കുകയാണ്. മാക്സിമം നിങ്ങൾ കൂട്ടാനിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.